Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MBA ഫസ്റ്റ് സെമസ്റ്റർ സബ്ജക്ട്സ് ആൻഡ് സിലബസ് ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള പേപ്പേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, ഓരോ സബ്ജക്റ്റും എങ്ങനെ പഠിക്കണം, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയാസ് ഏതൊക്കെയാണ്. സോ ഇതാണ് നെക്സ്റ്റ് കുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം. സോ സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ബുക്ക് എടുത്ത് ആ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും നിങ്ങളുടെ പഠിച്ചു കഴിയില്ല, അത്രത്തോളം കാര്യങ്ങളുണ്ട്. സോ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ്, ദെൻ പഠിക്കുമ്പോൾ തന്നെ ആ ഒരു സബ്ജക്റ്റിൽ ആദ്യം പഠിക്കേണ്ടത് ഓർഡറിലല്ല ശരിക്കും പഠിക്കണ്ടേ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും എക്സാമിന് മാർക്സ് വരുന്നൊരു രീതി എന്ന് പറയുന്നത് 20% ഏരിയയിൽ നിന്നായിരിക്കും 80% മാർക്സ് വരാം. അതാണ് അതിൻ്റെ ഒരു ശൈലി. അപ്പോൾ ആ 20% ഏരിയയിലോട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കണം. അതാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ 5 സബ്ജക്ട്സിൽ 2 പ്രോബ്ലം പേപ്പറും 3 തിയറി സബ്ജക്ട്സ് ആണ് വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ ഈ ഒരു സബ്ജക്റ്റിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസും അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ സാധിക്കുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് പേപ്പർ, പ്രോബ്ലം പേപ്പർ QT അക്കൗണ്ടിങ് ആണ്. അതിൽ QT ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ 4 ബ്ലോക്കുകളാണ്. അതിന് തന്നെ ഓവർവ്യൂ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ദെൻ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ദെൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതാണ് 4 ബ്ലോക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയുന്നതാണ്, അല്ലെങ്കിൽ ഇതിനേക്കാൾ മുമ്പ് ഡിഗ്രി ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത. അതല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, സാധാരണ 4 SE ചോദ്യങ്ങൾ യൂണിവേഴ്സിറ്റി തരും. അതിൽ നിന്ന് 2 SEക്കാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അപ്പോൾ 4 ബ്ലോക്കിൽ നിന്നും ചോദ്യങ്ങൾ SE ആയിട്ടുണ്ടാവും. ഓരോ ബ്ലോക്കിൽ നിന്നും ഓരോ SE ചോദ്യങ്ങളാണ് സാധാരണ കണ്ടുവരാറ്. അപ്പോൾ 4 ബ്ലോക്ക് ഉള്ളതുകൊണ്ട് തന്നെ 4 നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ചിലപ്പോൾ ഒരു തിയറി 3 പ്രോബ്ലം അങ്ങനെയൊക്കെയാണ് കണ്ടുവരാറ്. അപ്പോൾ SE ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. 70 മാർക്കാണ് എക്സാം, 30 മാർക്ക് ഇൻറ്റേർണൽ, 2 അസൈൻമെൻറ്റ് സബ്മിഷനിലൂടെയാണ് കിട്ടുക. അങ്ങനെ ടോട്ടൽ 100 മാർക്സിൻ്റെ എക്സാമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ സിലബസ് നോക്കിയാൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ആദ്യം തന്നെ ബ്ലോക്ക് 1 ഓവർവ്യൂ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് വരുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ദെൻ പിന്നെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിറ്റ് നമ്പർ 2 നിങ്ങൾ ഡിഗ്രി പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ബ്ലോക്ക് നമ്പർ 2 പോകുമ്പോൾ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അതിൽ ഫണ്ടമെൻറ്റൽസ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആൻഡ് പാരാമെട്രിക് ടെസ്റ്റ്, പിന്നെ നോൺ പാരാമെട്രിക് ആണ് യൂണിറ്റ് നമ്പർ 2. ദെൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്, ടൈം സീരീസ് അനാലിസിസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതാണ് വരുന്നത്. അപ്പോൾ കുട്ടികളെ ഏറ്റവും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബെസ്റ്റ് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ ഈ പറയുന്ന സ്റ്റഡി മെറ്റീരിയൽ അല്ലാതെ കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ എപ്പോഴും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യമാണ്, ഏറ്റവും ബെസ്റ്റ് ബുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിന് LR പോറ്റിയുടെ ബുക്കാണ്. LR പോറ്റി അതിൻ്റെ ബുക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് സ്റ്റാളിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഉണ്ടെങ്കിൽ LR പോറ്റിയുടെ ബുക്ക് മേടിച്ച് പഠിക്കുക. കാരണം അതിലത്തെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളാണ് ഇപ്പോഴും മിക്ക എക്സാമുകൾക്കും യൂണിവേഴ്സിറ്റി എക്സാംസിനും കണ്ടുവരാറ്. ഏറ്റവും ബെസ്റ്റ് ബുക്കാണ്. അതിലത്തെ പ്രോബ്ലംസ് തന്നെ പലരും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് മറ്റ് ബുക്കുകളിലോട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാനാണെങ്കിലും അതിലത്തെ പ്രോബ്ലംസാണ് കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്ത് കൊടുക്കാറ് തന്നെ. സ്റ്റഡി മെറ്റീരിയൽ പലപ്പോഴും ഒരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവാറുള്ളൂ, കൂടുതൽ നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ബുക്കിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിന് തന്നെ ബ്ലോക്ക് നമ്പർ 1 ഓവർവ്യൂ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, ബേസിക് തിയറി ഉണ്ടായിരിക്കും. അതിനുശേഷം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ ഹൈപ്പോത്തസിസ്, ഇതൊക്കെയാണ് വരുന്നത്.
അപ്പോൾ നിങ്ങൾ ഈ ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഈ അടുത്ത കാലത്തൊന്നും പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് തന്നെ വെറുത്തു പോകും. സോ അതുകൊണ്ട് തന്നെ പഠിച്ച് തുടങ്ങാൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 3 ആണ്. ഈ ബ്ലോക്ക് നമ്പർ 3യുടെ പ്രത്യേകത 3 പാർട്ടിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. എസ്സേ ഉണ്ടായിരിക്കും, 2 മാർക്സ് 5 മാർക്സ് എല്ലാതും ഉണ്ടായിരിക്കും. ദെൻ ഈ 4 ബ്ലോക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതും പഠിച്ച് തുടങ്ങാൻ നല്ലതും പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നതുമായിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് നമ്പർ 3 ആണ്, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ QT എന്താണെന്നുള്ളതിൻ്റെ ബേസിക് തിയറി യൂണിറ്റ് നമ്പർ 1 നിങ്ങൾക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, മീനിങ്, ഒബ്ജക്റ്റീവ്സ്, ആപ്ലിക്കേഷൻ, ഈ തിയറി നോക്കാം. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ആണ്. അല്ലാണ്ട് പ്രോബബിലിറ്റിയിലോട്ട് നേരെ പോകരുത്. കാരണം പ്രോബബിലിറ്റി നമുക്ക് കുറേ കവർ ചെയ്യാനുണ്ട്, ബട്ട് അതിൽ നിന്ന് വരുന്ന മാർക്സ് ഉണ്ടായിരിക്കും, ബട്ട് കുറേ പഠിച്ചിട്ട് കുറച്ച് മാർക്കാണ് അതിൽ നിന്ന് കിട്ടുക. ഓർഡറിൽ പഠിക്കുകയാണെങ്കിൽ അടുത്ത കാലത്തൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് യൂണിറ്റ് നമ്പർ 1 നോക്കിയതിന് ശേഷം നെക്സ്റ്റ് കോറിലേഷനിലോട്ട് പോവുക. കോറിലേഷൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് കൺസെപ്റ്റിൻ്റെ കൂടെ ആ ഫോമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ഫുൾ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. തിയറിയും വരും, പ്രോബ്ലവും വരും. ഓക്കെ, അപ്പോൾ കോറിലേഷൻ എന്താണ്? അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം കാൾ പിയേഴ്സിൻ്റെ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, എസ്സേ, റാങ്ക് കോറിലേഷനും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ എസ്സേക്കും 5 മാർക്സിനും 2 മാർക്സിന് തിയറിക്കും ഒക്കെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിനുശേഷം റിഗ്രഷൻ. അപ്പോൾ കോറിലേഷനിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ എസ്സേക്ക് റിഗ്രഷൻ വരാം. അപ്പോൾ അല്ലെങ്കിൽ റിഗ്രഷൻ 5 മാർക്കാണെങ്കിൽ കോറിലേഷൻ എസ്സേക്ക് വരാം. അങ്ങനെ മാറിയിട്ടാണ് കണ്ടുവരാറ്. അപ്പോൾ റിഗ്രഷൻ എന്താണ്? റിഗ്രഷൻ ലൈൻ ഓഫ് റിഗ്രഷൻ ഇക്വേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, പിന്നെ കോറിലേഷൻ റിഗ്രഷൻ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ. അപ്പോൾ എസ്സേ ഒരെണ്ണം റിഗ്രഷനോ കോറിലേഷനോ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ യൂണിറ്റ് നമ്പർ 1 ബ്ലോക്ക് നമ്പർ 1 പഠിച്ചതിന് ശേഷം കോറിലേഷൻ റിഗ്രഷനിലോട്ട് കിടക്കുക. ഇനി അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പിന്നെ ഫോക്കസ് പോകേണ്ടത് പ്രോബബിലിറ്റി. ഇനി അതിനുശേഷം പ്രോബബിലിറ്റിയിലോട്ട് കിടക്കാം. അപ്പോൾ പ്രോബബിലിറ്റിയിൽ ഡിസ്ട്രിബ്യൂഷനാണ് നിങ്ങൾക്കുള്ള പ്രോബബിലിറ്റിയുടെ ബേസിക്. ഇപ്പോൾ ഡിഗ്രിക്ക് നിങ്ങൾ പ്രോബബിലിറ്റിയുടെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് ഇവിടെ നേരെ ഡിസ്ട്രിബ്യൂഷനിലോട്ട് മാത്രമാണ് നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ടത്. അതിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ 3 ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തിയറി ചോദിക്കാറുണ്ട്, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 3 ഡിസ്ട്രിബ്യൂഷൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുക. തിയറിക്ക് എപ്പോഴും വരുന്നതാണ്. 3 ഡിസ്ട്രിബ്യൂഷനും എന്താണെന്ന് പഠിക്കുക. പിന്നെ എസ്സേക്ക് പലപ്പോഴും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നാണ് ഞാൻ കൂടുതൽ എസ്സേ പ്രോബ്ലംസ് ഇട്ട് കണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 3 ഡിസ്ട്രിബ്യൂഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും കുറച്ചും കൂടി എളുപ്പമുള്ളതും ബൈനോമിയലാണ്. പോയിസോണിൽ നിന്ന് 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കണ്ടുവരാറുള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്, പക്ഷേ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ 3 ഡിസ്ട്രിബ്യൂഷൻ്റെ തിയറി നിർബന്ധമായും നോക്കണം, എന്താണെന്ന് നോക്കണം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലവും പോയിസോൺ എന്തായാലും നോക്കണം. പോയിസോൺ 5 മാർക്കിനും ബൈനോമിയൽ എസ്സേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു വരുമ്പോൾ. അതല്ലെങ്കിൽ ഇതിൻ്റെ തിയറി ആയിരിക്കും വരാം, പ്രോപ്പർട്ടീസ് എന്ന് ചോദിച്ചിട്ട്. പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോപ്പർട്ടീസ് ചോദിക്കാം. അപ്പോൾ ഇതിന് ശേഷം നെക്സ്റ്റ് പഠിക്കേണ്ടത് അതാണ്. ഇനി അതിനുശേഷം പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇനി ഹൈപ്പോത്തസിസ്, ഹൈപ്പോത്തസിസിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. തിയറിക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ് അവിടെ. പോപ്പുലേഷൻ എന്താണ്, സാമ്പിൾ എന്താണ്, ഹൈപ്പോത്തസിസ് എന്നുള്ള, അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്, ടൈപ്പ് 1 എറർ എന്താണ്, ടൈപ്പ് 2 എറർ എന്താണ്, പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ് എന്താണ്. ദെൻ എസ്സേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അനോവ. എസ്സേ ടോപ്പിക്കാണ്. സെഡും ടിയൊക്കെ ഉണ്ട്. അത് നിങ്ങൾ അവസാനം ടൈമിൻ്റെ ബേസിൽ നിങ്ങൾ നോക്കുക. കുറച്ചൊരു ടഫാണ് ഈ പറയുന്ന സെഡ്. ഇതൊക്കെ പഠിച്ച അവസാനം കുറേ ഏരിയ ഉണ്ട്, ഈ ഇത്ര കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട്. ബട്ട് അനോവ നമ്മൾ പിന്നെയും പ്രതീക്ഷിക്കുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്. അപ്പോൾ അനോവ എന്തായാലും പഠിക്കണം. പിന്നെ നോൺ പാരാമെട്രിക് ടെസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 മാർക്കിന് വരാം കൈ സ്ക്വയർ ആണ്. കൈ സ്ക്വയർ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ടോട്ടൽ ഈ ഹൈപ്പോത്തസിസിൻ്റെ തിയറിയും പിന്നെ പ്രോബ്ലംസിൻ്റെ ഏരിയയിലോട്ട് പോകുന്ന സമയത്ത് അനോവ ആൻഡ് കൈ സ്ക്വയർ ഇതെന്തായാലും പഠിക്കുക. അതിനുശേഷം ബാക്കിയുള്ള ഏരിയയിലോട്ട് പോവുക. അനോവയും കൈ സ്ക്വയർ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേട്ടോ.
കണ്ടിൻജൻസി ടേബിളിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ഒക്കെ പ്രതീക്ഷിക്കാം. അതിനുശേഷം നോൺ പാരാമെട്രിക്കിൽ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. റാങ്ക്, ഇപ്പോൾ മാൻ വൈറ്റ് യു ടെസ്റ്റ്, എച്ച് ടെസ്റ്റ്, കണ്ടോ, സൈൻ ടെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നോക്കി പോവാം. റിപ്പീറ്റായിട്ട് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ വരാറുണ്ടെന്ന് മാത്രം, 2 മാർക്സിന് ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതൊക്കെ ടൈമിൻ്റെ ബേസിൽ അവസാനം നോക്കിയാൽ മതി കേട്ടോ. സോ ഇതാണ് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്. ദെൻ അതിന് ശേഷം അവസാനം ടൈം സീരീസ് അനാലിസിസ് ആൻഡ് ഇൻഡെക്സ് നമ്പറിലോട്ട് കിടക്കുക. ഇതിൽ SAക്ക് ഒരു പ്രോബ്ലം, ഈ ടൈം സീരീസ് അനാലിസിസ് ആൻഡ് ഇൻഡെക്സ് നമ്പർ വരുമ്പോൾ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഇൻഡെക്സ് നമ്പറാണ്. അതിനുശേഷം ടൈം സീരീസിലോട്ട് കിടക്കുക. കാരണം പ്രോബ്ലം ഈ ഫോമുല പഠിച്ച് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ ഇതിൽ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഇലാസ് പിയേഴ്സ്, പാഷെ, ഫിഷർ, ബൗലി, കെല്ലി, ഇവരുടെ എല്ലാവരുടെയും റിലേറ്റ് ചെയ്തുള്ള ഒരു പ്രോബ്ലമാണ് SAക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചെറിയ മാർക്കിൻ്റെ ചോദ്യങ്ങളും വരും പ്രോബ്ലം. അപ്പോൾ ഇക്വേഷൻ ഫോമുല അറിയാമെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് നമ്പർ മീനിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ പ്രോബ്ലംസ് ഫോമുല പഠിച്ച് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം പിന്നെ ടൈം സീരീസ് അനാലിസിസിലോട്ട് കിടക്കുക. എന്താണ് ടൈം സീരീസ്? അതിനെ റിലേറ്റ് ചെയ്തുള്ള മൂവിങ് ആവറേജ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ, ഈ പറയുന്ന മൂവിങ് ആവറേജിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലംസ് ആണ് പിന്നെയും കണ്ടുവരാറ് ഇടുന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ തിയറി മറ്റു കാര്യങ്ങളൊക്കെ കൂടുതൽ വരാനും സാധ്യതയുണ്ട്. അതാണ് പിന്നെ നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുക. അതല്ലാണ്ട് ബുക്കിൻ്റെ ഓർഡറിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇത് കഴിയൂല. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിനോടുള്ള താല്പര്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ വെറുത്തു പോകുമെന്ന് പറയില്ലേ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. നേരെ മറിച്ച് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ബേസിക് തിയറി നോക്കി അതിനുശേഷം കോറിലേഷൻ റിഗ്രഷൻ പഠിച്ച് അവസാനിപ്പിക്കാൻ കോൺഫറൻസ് കൂടി. ഒരു മൊഡ്യൂളിലെ ഒരു യൂണിറ്റും കഴിഞ്ഞു, മൊഡ്യൂൾ നമ്പർ 3യും കഴിഞ്ഞു. മനസ്സിലായോ? അതിനുശേഷം പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലോട്ട് കിടക്കണം. പിന്നെ ഹൈപ്പോത്തസിസ്, അതിൽ മെയിൻ ആയിട്ടുള്ള അനോവ കൈ സ്ക്വയർ നോക്കുക, പിന്നെ ഇൻഡെക്സ് നമ്പർ പോവുക, ടൈം സീരീസ്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിക്കുക കേട്ടോ, പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഇനി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഓർഡറിൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതല്ലാണ്ട് ബുക്കിൻ്റെ ഓർഡറിലല്ല പഠിക്കേണ്ടത്. കാരണം ഓരോ എന്താണ് മൊഡ്യൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്ന ഏരിയാസ് പിക്ക് ചെയ്ത് പഠിക്കണം. അതാണ് സ്മാർട്ട് സ്റ്റഡി എന്ന് പറയുന്നത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.